എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ.കെ. തഴവ. കേറ്ററ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. കേറ്ററ്റ് പരീക്ഷ ഒരു ബാലികേറാ മലയല്ല. എൻട്രിയിൽ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ കേറ്ററ്റ് പരീക്ഷയുടെ കോച്ചിങ് അല്ലെങ്കിൽ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കത് മാക്സിമം പ്രയോജനപ്പെടുത്താം. യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭ്യമായിരിക്കും. ഇംഗ്ലീഷ് അതിനകത്ത് ഇംഗ്ലീഷ് ഒരുപാട് മാർക്കിന് ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ടെങ്കിലും കേറ്ററ്റ് കാറ്റഗറി 2 ആയിക്കോട്ടെ 3 ആയിക്കോട്ടെ ഇംഗ്ലീഷിൻ്റെ സിലബസിനെ കുറിച്ച് ഞാൻ അവസാനം പറയാം. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേറ്ററ്റ് കാറ്റഗറി 3യുടെ ക്വസ്റ്റ്യൻ ആദ്യവും കേറ്ററ്റ് കാറ്റഗറി 2ൻ്റെ ക്വസ്റ്റ്യൻ രണ്ടാമതുമായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് കഴിഞ്ഞ് സിലബസിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ പറയാം. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഴപ്പിക്കുന്നില്ല. വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ്. കൃത്യമായിട്ടുള്ള ചിട്ടയോടുള്ള പഠനം കൊണ്ട് ആർക്കും നേടിയെടുക്കാൻ കഴിയാവുന്ന മാർക്ക് അതിനകത്തുള്ളൂ. സാധാരണ PSC പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ സൈക്കോളജി പെഡഗോജി ചോദ്യങ്ങളുണ്ട്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങളെ കാണാം. കേറ്ററ്റ് കാറ്റഗറി 2ഉം 3യും ഒരുപോലെയല്ല, രണ്ടും വ്യത്യസ്തമാണ്. കാറ്റഗറി 2ലാണ് ഏറ്റവും കൂടുതൽ സൈക്കോളജി അതേപോലെ പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഇനി ഞാൻ സിലബസ് പറയുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ തവണ ചോദിച്ച അല്ലെങ്കിൽ കേറ്ററ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷ് ചോദ്യങ്ങൾ 30 മാർക്കിനുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ ആണ്. ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? 2-3 തവണ വായിച്ചു നോക്കുക, അർത്ഥം കോംപ്രിഹെൻഡ് ചെയ്യുക, മനസ്സിലാക്കുക. എന്നിട്ട് മാത്രം ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷൻസും വായിച്ചു നോക്കുക. ഓപ്ഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി തിരിച്ചു വന്നത് നോക്കിയാൽ ഉത്തരം കിട്ടാവുന്നതേ ഉള്ളൂ. 2 നിലവാരമുള്ള പാസേജും പോയവും ആയിരിക്കും തരുന്നത്. കഴിഞ്ഞ തവണ പാസേജും ഉണ്ടായിരുന്നു, പോയമും ഉണ്ടായിരുന്നു. ഇവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാവുന്നൊരു പോയമാണ്. പാസേജ് ആയിക്കോട്ടെ പോയം ആയിക്കോട്ടെ, ഒരു കാരണവശാലും നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം എന്ന് വാശി പിടിക്കരുത്. അതുകൊണ്ട് തന്നെ ഞാനിത് വായിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊന്നും പോകുന്നില്ല. ഇത് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അത് മാത്രമായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. എന്നിട്ട് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്ന് നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തരാം. അതായത് എല്ലാം മനസ്സിലായില്ലെങ്കിലും ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നമ്മളെ സംബന്ധിച്ചൊരു പാടുമില്ല എന്ന് ഇപ്പോൾ മനസ്സിലാക്കി തരാം. ഫാളൻ ലീവ്സ് എന്ന് പറയുന്ന പോയം ആരാണ് എഴുതിയേക്കുന്നത് കൊടുത്തിട്ടില്ല. വൈ ഷുഡ് ഐ ബി ദ ഫസ്റ്റ് ടു ഫാൾ? ലീവാണ്, ഒരില പറയുകയാണ്. ഞാൻ എന്തിന് ആദ്യം ഫാൾ ചെയ്യണം? ഓ ഫാൾ ദ ലീവ്സ് ഓൺ ദിസ് ഓൾ ട്രീ ദോ സാഡ്ലി സൂൺ ഐ നോ ദാറ്റ് ആൾ വിൽ ലോസ് ദെയർ ഹോൾഡ് ആൻഡ് ഫോളോ മീ വൈൽ മൈ ബർത്ത് ബ്രദേഴ്സ്, എൻ്റെ ബർത്ത് ബ്രദേഴ്സ് ജന്മ സഹോദരങ്ങൾ, എൻ്റെ കൂടപ്പിറപ്പുകൾ ലീവ്സ് ആണ്. ബ്രേവ്ലി ബ്ലോ വൈ ഷുഡ് ഐ ബി ദ ഫസ്റ്റ് ടു ഗോ? ഞാൻ ആദ്യം വീഴും, എൻ്റെ പുറകെ ബാക്കിയുള്ളവർ പോകും എന്നാണ് പറയുന്നത്. എല്ലാം മനസ്സിലാക്കണ്ട, ഒരു ഐഡിയ മാത്രം കിട്ടിയാൽ മതി. എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. വൈ ഷുഡ് ഐ ബി ദ ലാസ്റ്റ് ടു ക്ലിങ് ഓഫ് ആൾ ദ ലീവ്സ് ഓൺ ദിസ് ബ്ലീക്ക് ബോഫ്? അവസാനം വരെ ഞാൻ എന്തിനു നിൽക്കണം? ആദ്യം ഞാൻ എന്തിനു പൊഴിയണം, അവസാനം വരെ ഞാൻ എന്തിനു നിൽക്കണം? 2 ചോദ്യങ്ങൾക്കും അവരെ ഉത്തരം പറയുക. ഐ ഹാവ് ഫ്ലട്ടേഡ് സിൻസ് ദ ഫയർ ഓഫ് സ്പ്രിങ് ആൻഡ് ഐ ആം വേൺ ആൻഡ് വീതേഡ് നൗ ഐ വുഡ് എസ്കേപ്പ് ദ വിന്റർ ഗെയിൽ ആൻഡ് സ്ലീവ് സോഫ്റ്റ് സിൽവേർഡ് ബൈ എ സ്നെയിൽ when swoop the legions of the snow to pitch their tents in roaring weather, we fallen leaves will lie below and rot rejoicing together, and from our rich and dark decay will laugh our brothers of the May. സംഭവം നമുക്കൊരു ഐഡിയ എന്തോ പോലെ പുക പോലെ മനസ്സിലായി. അത് മതി. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാം. ഇതാ നോക്ക്. In the first stanza, what does the phrase my birth brothers stand for? മൈ ബർത്ത് ബ്രദേഴ്സ് എന്ന് ലീവ് പറയുന്നത്, ആ ലീഫ് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? അതർ ട്രീസ് ആണോ, അതർ ലീവ്സ് ആണോ, വിൻഡ് ആണോ, അതർ സീസൺസ് ആണോ? ആൻസർ അതർ ലീവ്സ് ആണ്. സിമ്പിൾ, തിരിച്ചുപോയി നോക്കേണ്ട കാര്യമില്ല, അതർ ലീവ്സ് ആണ്. നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഫ്രേസസ് കം നിയർ ഇൻ മീനിങ് വാൺ ആൻഡ് വിതേഡ്? നമുക്കൊന്ന് തിരിച്ചു പോയി ഒന്ന് നോക്കിയിട്ട് വരാം. വൈ ഷുഡ് ഐ ബി ദ ലാസ്റ്റ് ടു ക്ലിങ് ഓഫ് ആൾ ദ ലീവ്സ് ഓൺ ദിസ് ബ്ലീക്ക് ബൗ I have fluttered since the fire of spring and I am worn and withered. Now I would escape the winter gale. Worn and withered, ഏകദേശം ഒരു ഐഡിയ കിട്ടി. worn എന്ന് പറഞ്ഞാൽ ടയേർഡ് എന്നൊരർത്ഥമുണ്ട്. അപ്പം നമുക്കറിയാം ടയേർഡ് ഓർ ഗെറ്റ് ഡാമേജ്ഡ് ആവുക, കാലാന്തരത്തിൽ ഓരോ ലീഫും വിതേഡായി പൊഴിഞ്ഞു പോകും. അപ്പം നമുക്ക് തിരിച്ചു വന്നിട്ട് ഇനി ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഹെയിൽ ആൻഡ് ഹർട്ടി, ബ്ലാക്ക് ആൻഡ് ബ്ലൂ, വെയർ ആൻഡ് ടിയർ, കട്ട് ആൻഡ് ഡ്രൈഡ്. അത് ബ്ലാക്ക് ആൻഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ സ്മാഷ് ചെയ്യുക എന്നാ, തിരിച്ചിടിക്കുക എന്നർത്ഥം. നല്ലപോലെ ഹാർഡായിട്ട് സ്മാഷ് ചെയ്യുന്നതിനെയാണ് ബ്ലാക്ക് ആൻഡ്. ഞാനങ്ങ് പറഞ്ഞുതരാം, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കിട്ടാൻ സാധ്യതയില്ല. വെയർ ആൻഡ് ടിയർ.
വെയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞ അർത്ഥം ഡാമേജ്ഡ്. അതാണ് കറക്റ്റ് പ്രയോഗം. അത് രണ്ടും ഇഡിയോമാറ്റിക്സ് ഫ്രേസ് പോലെ ചോദിച്ചത്. രണ്ടും ഫ്രേസും ഇഡിയംസും ആണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിച്ചത്. നെക്സ്റ്റ്, അതുപോട്ടെ, അതിൻ്റെ മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കാം. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഓഫ് വേർഡ്സ് ഡു നോട്ട് റൈം. റൈംഡ് എന്തുവാണെന്നറിയാമോ? റൈം സ്കീം ലിറ്ററേച്ചർ പഠിച്ചവർക്ക് അറിയാം. ഇപ്പം അവസാന എൻഡ് റൈമാണ്. എൻഡ് റൈം അവസാനം. ഇപ്പം മലയാളത്തിലാണെങ്കിൽ ദ്വിതീയാക്ഷര പ്രാസമാണ്. രാമായണം എഴുതപ്പെട്ടിരിക്കുന്ന ദ്വിതീയാക്ഷര പ്രാസമാണ്. 2 ലൈനിൻ്റെ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ഇരിക്കും. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം. വത്സ സ. മത്സരാദ്യം വെടിഞ്ഞ് എന്നുടെ വാക്കൾ സ. കണ്ടോ, രണ്ട് വാക്ക് വരും, ഒരുപോലെ ഇരിക്കും. രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ ഇരിക്കും. എന്നാൽ ഇംഗ്ലീഷിൽ എൻഡ് റൈമ, അവസാനത്തെ വാക്കുകൾ ഒരുപോലെ ഇരിക്കും. അവസാനത്തെ വാക്കുകൾ ഇപ്പോൾ ഈ കവിതയിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഒരേപോലെ ഉച്ചരിക്കുന്ന വാക്കുകൾ അവസാനം വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാ ആണ്ടേ ഫാൾ. അവിടെ റൈം വരുന്ന അടുത്ത ലൈനാ ആൾ. ട്രീ, മീ, 2 ഈ സൗണ്ടിലാണ് അവസാനിക്കുന്നത്. ഇത് ഈ സൗണ്ടിലാണ്. ഇത് ലാ സൗണ്ട്, എൽ സൗണ്ടിലാണ് അവസാനിക്കുന്നത്. ഇങ്ങനെ വരുമ്പം ഇത് റൈമിഡ്. അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കും എ ബി എ ബി, ഒരേ അക്ഷരം വരുന്നതാണ് റൈമിഡ്. ഫാളും ആളും, ട്രീയും മീയും. നമുക്കിനി തിരിച്ചു പോയി ചോദ്യം നോക്കാം. റൈമിഡ് അല്ലാത്തത് ഏത് എന്നാ ചോദിച്ചിരിക്കുന്നത്. സ്പ്രിങ്ങും ക്ലിങ്ങും ഒരേ സൗണ്ടിൽ അവസാനിക്കുന്നത്. വെതറും ടെതറും വെതറും ടുഗദറും ഒരേ സൗണ്ടില്ല. ബൗ ബൗ രണ്ടും ഒരേ സൗണ്ടില്ല. ഇത് രണ്ടിൻ്റെ ഉച്ചാരണം ഒന്ന് തന്നെ. സ്നോ ബിലോ രണ്ടിൻ്റെ ഉച്ചാരണം ഒന്ന് തന്നെ. അപ്പോൾ ഇതെല്ലാം റൈമിഡ് ആണല്ലോ. പിന്നെ എങ്ങനെ റൈമിഡ് അല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത്? സെയിം പെയർ ആണെന്ന് നോക്ക്. സെയിം പെയർ അല്ലാത്തത് ഏതാണെന്ന് നോക്ക്. ഉത്തരം ഞാനങ്ങ് പറയാം, ബ്ലോ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കാരണം ഞാൻ ഇങ്ങോട്ട് നോക്ക്. BOUGH അല്ലേ? അതല്ലല്ലോ, അതല്ല, ബിലോ എന്നുള്ള വാക്കാണ്. ഇവിടെയാണ് ശരി ഉത്തരം വരുന്നത്. ബ്ലോ എന്ന് പറയുന്ന വാക്കിൻ്റെ റൈമിഡായിട്ട് വരുന്നത് ഗോയ. ബ്ലോയും ഗോയും. പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്നത് എന്തുവാ? അവിടെ കൊടുത്തിരിക്കുന്നത് വേറൊരു വാക്ക്. ബ്ലോയിൻ്റെ ഗോയ വരണ്ടേ. ബാക്കിയെല്ലാം ശരിയാണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് വേണമെങ്കിൽ നോക്കിക്കോ. ഒന്നും കൂടെ നിങ്ങൾ പോയിട്ട് നോക്കിക്കോ. സ്പ്രിങ്ങിന് ക്ലിങ് ഉണ്ട്, ടുഗദറിന് വെതറുണ്ട്, സ്നോയ്ക്ക് ബിലോ. അടുപ്പിച്ചടുപ്പിച്ച് വരുന്നോന്ന് നോക്കണം. അതിൻ്റെ പേർ തന്നെ ആണോ എന്ന് നോക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു സൗണ്ടുള്ള വാക്ക് എടുത്തിട്ട് കാര്യമില്ല. ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്ന റൈം സ്കീം എന്താണെന്ന് അറിയാമെങ്കിൽ, റൈമിംഗ് വേർഡ്സ് അറിയാമെങ്കിൽ. ഡാഷ് സ്ലീവ് സോഫ്റ്റ് സിൽവേർഡ് ബൈ എ സ്നെയിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. സ സ സ സ. കൺസണന്റ് വാക്ക്, വ്യഞ്ജനാക്ഷരങ്ങൾ ഒരു ലൈനിൽ ഒരുപോലെ അടുപ്പിച്ചടുപ്പിച്ച് ആവർത്തിച്ച് വന്നാൽ, 2 തവണ വന്നാൽ, 2 കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് അലിട്രേഷൻ എന്നാണ്. ഉദാഹരണം മൈ മൈൻഡ്, മൈ മാസ്റ്റർ, ജൂലിയസ് സീസറി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാ 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 മാ. അപ്പോൾ 2 കൂടുതൽ ഒരു ലൈനിൽ വരണം. മറ്റേ 2 ലൈനിലൊന്നും വന്നിട്ട് കാര്യമില്ല. ഒരു ലൈനിൽ കൺസണന്റ് സൗണ്ട്, കായ്ക്ക ഗായിക്ക ങ, അത് ഇംഗ്ലീഷിലുണ്ട്, ഖ ഖ ഗ എന്നൊക്കെ വരുന്നത്. അത് ആവർത്തിച്ച് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് അലിട്രേഷൻ. അസോണൻസ് നേരെ തിരിച്ചാ, വവൽ സൗണ്ട് ആവർത്തിച്ച് വരുന്നതിനെയാണ് പറയുന്ന പേര്. സിമിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈക്ക് ആസ്, പോലെ എന്നുള്ള അർത്ഥത്തിൽ ലൈക്ക് ആസ് വരുന്നതാണ്. റൈം എന്താണെന്ന് അറിയാം. റൈമിംഗ് വേർഡ്സും റൈം സ്കീമും ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ആൻസർ അലിട്രേഷൻ. ഈ 4 ചോദ്യമായിരുന്നു ആ പോയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചത്. അടുത്ത പാസേജ് കോംപ്രിഹെൻഷൻ സിമ്പിളായിരുന്നു കേട്ടോ. ചെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. എ ഗെയിം ഓഫ് ചെസ് മീൻസ് എ ബാറ്റിൽ ബിറ്റ്വീൻ 2 ആർമീസ് ഹാവിംഗ് 15 പീസസ് ഈച്ച്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലെ തന്നെ ചെസ്. ദ ബാറ്റിൽ ഫീൽഡ് ഈസ് എ ബോർഡ് ഓഫ് 64 സ്ക്വയേഴ്സ്. 64 കോളങ്ങളുണ്ട് യുദ്ധക്കളത്തിൽ. ഫോർ അബൌട്ട് 15 centuries സിൻസ് ഇറ്റ്സ് ബർത്ത് ഇൻ ഇന്ത്യ, ചെസ് പ്ലേയേഴ്സ് ഹാവ് ഡൺ എവറിഥിങ് പോസിബിൾ ടു വിൻ. ജയിക്കാൻ വേണ്ടി എന്ത് നാടകങ്ങളും കളിക്കുമായിരുന്നു പണ്ട് 15ാം നൂറ്റാണ്ടിൽ. ചെസ് ഹാസ് ബീൻ ഗിവൻ എ സ്പെഷ്യൽ പ്ലേസ് ബൈ ദ സോവിയറ്റ്സ്. സോവിയറ്റ് യൂണിയനെ കുറിച്ചാണ് പറയുന്നത്. റഷ്യയിൽ വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു ചെസ്സിന്. ലെനിൻ, എ ഗുഡ് ചെസ് പ്ലെയർ ഹിംസെൽഫ്, ഇൻട്രൊഡ്യൂസ് ദ ഗെയിം ഇൻ ദ സോവിയറ്റ് സ്കൂൾ പ്രോഗ്രാം. സ്കൂളിൽ തന്നെ ഇതൊരു വിദ്യാഭ്യാസ സമ്പ്രദായമായിട്ട് കൊണ്ടുവന്നത് ലെനിനാണ്, സോവിയറ്റിൻ്റെ ലീഡർ. ഓഫ് ദ 7 വേൾഡ് ചാമ്പ്യൻസ് സിൻസ് ദ സെക്കൻഡ് വേൾഡ് വാർ 6 ഹാവ് ബീൻ റഷ്യൻസ്. അതാണ് പറയുന്നത്. പിന്നെ 2ാം ലോക മഹായുദ്ധ സമയത്ത് അതിന് ശേഷമുള്ള ആ കാലഘട്ടത്തിലുള്ള 7 വേൾഡ് ചാമ്പ്യന്മാരിൽ 6 പേര് റഷ്യക്കാരായിരുന്നു. ബോബി ഫിഷർ വാസ് ദ ഒൺലി അമേരിക്കൻ ടു വിൻ ദ വേൾഡ് ചാമ്പ്യൻ ടൈറ്റിൽ 1970. അമേരിക്കക്കാർ ഒരാൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അത് ബോബി ഫിഷറാണ്. ദ റഷ്യൻസ് വെയർ വെരി മച്ച് അപ്സെറ്റ് ഓവർ ദിസ് ഡിഫീറ്റ്. റഷ്യൻസിന് ഭയങ്കര വിഷമമായിപ്പോയി അമേരിക്കക്കാർക്ക് കിട്ടിയത്. ദേ തോട്ട് സം ട്രിക്ക് വാസ് പ്ലേഡ് ഓൺ ദം. അവർ വിചാരിച്ചത് ബോബി ഫിഷർ എന്തോ കള്ളത്തരം കാണിച്ചെന്ന്. ബോബി ഫിഷർ വാസ് ബീറ്റിംഗ് സ്പാസ്കി. ദേ ഡിമാൻഡഡ് ടു ഇൻസ്പെക്ട് ദ പ്ലെയേഴ്സ് ചെയർ. അപ്പോൾ അതുകൊണ്ട് സ്പാസ്കി എന്ന് പറയുന്ന അവരുടെ
കളിക്കാരനെ ഇദ്ദേഹം തോപ്പിച്ചപ്പം ഇരുന്ന കസേര പരിശോധിച്ചു, എന്തെങ്കിലും കള്ളത്തരം കാണിച്ചറിയാൻ വേണ്ടി. ആൾ ദേ ഫൗണ്ട് വെയർ എ ഫ്യൂ ഡെഡ് ഫ്ലൈസ്. അവർ കണ്ടത് കുറച്ച് മരിച്ച അല്ലെങ്കിൽ ചത്തുപോയ ഈച്ചകളെയായിരുന്നു. ബിഹേവിയർ ഓഫ് ചെസ് പ്ലേയേഴ്സ് ഈസ് ഓഫൺ സ്ട്രേഞ്ച്. പലപ്പോഴും തോറ്റ് കഴിയുമ്പം ഇവരുടെ സ്വഭാവം മാറും. ഇറ്റ് ഈസ് നോട്ട് അൺകോമൺ ടു സീ ഗ്രോൺ അപ്പ് മെൻ വീപ്പിംഗ് ഇൻ ഡിഫീറ്റ്. പലരും ഇരുന്ന് കരയാറുണ്ട്. ഓക്കെ, മുതിർന്ന ആൾക്കാരിരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട്. ദ റഷ്യൻ ചെസ് പ്ലെയർ നിംസോവിച്ച് വാസ് വെരി ആംഗ്രി ലോസിംഗ് ടു എ ലെസർ നോൺ പ്ലെയർ. അയാളെക്കാളും പോപ്പുലാരിറ്റി ഇല്ലാത്തൊരു താഴ്ന്ന പ്ലെയറുമായിട്ട് അയാൾ കളിച്ച് തോറ്റുപോയി. തോറ്റപ്പം ഹി ലീവ്ഡ് ഓൺ ദ ടേബിൾ ആൻഡ് സ്കാറ്റേഡ് ദ പീസസ് ഇൻ ആൾ ഡയറക്ഷൻ. അയാൾ എല്ലാ കരിക്കളും എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ചാടി കയറി. എന്നിട്ട് അയാളോട് ചോദിക്കുക, മസ്റ്റ് ഐ ലോസ് ടു ദിസ് ഇഡിയറ്റ്? ഞാൻ ഈ വിഡ്ഢിയുടെ അടുത്ത് തോക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. തോറ്റുപോയി, അത് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. സോ ഇനിയാണ് ചോദ്യം. ദ പാസേജ് ഈസ് അബൌട്ട്. പോയത്തേക്കാൾ എളുപ്പമായിരുന്നു കേട്ടോ. ദ ബാറ്റിൽ ബിറ്റ്വീൻ ദ സോവിയറ്റ് യൂണിയൻ ആൻഡ് USA, ദ ബാറ്റിൽ ബിറ്റ്വീൻ ടു ആർമീസ്, ദ ബാറ്റിൽ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, ചെസ് ഗെയിം ആൻഡ് ദ സോവിയറ്റ്സ്. നിങ്ങൾ തന്നെ പറ. ഇതിനകത്ത് എന്തോ പറയുന്നത്? യുദ്ധത്തെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്, സോവിയറ്റ് യൂണിയനും ചെസ്സും. അതാണ് കറക്റ്റ്. ഈ പാസേജിൽ എന്തോ പറയുന്നത്? യുദ്ധമല്ല, സോവിയറ്റ് യൂണിയൻ്റെ ചെസ് പ്രേമത്തെക്കുറിച്ചാണ് പറയുന്നത്. എളുപ്പമായിരുന്നു, എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റി. വിച്ച് വേർഡ് ഇൻ ദ പാസേജ് മീൻസ് ത്രോ ഇൻ എ ഹഫസാഡ് വേ. ഹഫസാഡ് എന്ന് പറഞ്ഞാൽ ഡാമേജ്, അത് സ്കാറ്റേഡ് എന്നർത്ഥം. അതായത് അയാൾ എന്ത് ചെയ്തു? അതാണ്ട് ഇവിടെ കിടപ്പുണ്ട്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ടേബിളിൽ കയറി നിന്നിട്ട് ഹി ലീഫ്റ്റ് ഓൺ ദ ടേബിൾ ആൻഡ് സ്കാറ്റേഡ് ദ പീസസ്. സ്കാറ്റേഡ് ദ പീസസ്, കരുക്കളെല്ലാം വലിച്ച് പല സൈഡിലോട്ട് വലിച്ചെറിയുക. അതിൻ്റെ വൺ വേർഡാണ് ചോദിച്ചിരിക്കുന്നത്, അത് സ്കാറ്ററാ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് ഹഫസാഡ് വേയിൽ ത്രോ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര്? നമുക്ക് ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന വൺ വേർഡ് കണ്ടുപിടിച്ചാൽ മതി, സ്കാറ്റർ. റീഡിംഗ് കോമ്പറ്റീഷനകത്ത് ഉണ്ടത്, ആ റീഡിംഗ് പാസേജിലുണ്ട്. ഇൻ ദ പാസേജ് എ ട്രിക്ക് വാസ് പ്ലേഡ് മീൻസ് എ ട്രിക്ക് വാസ് പ്ലേഡ്. ഇവിടെ എന്ത് ട്രിക്കാണ് കളിച്ചത്? ആര്? ഫിഷർ സ്പാസ്കിയോട് എന്തോ ഒരു ട്രിക്ക് കാണിച്ചെന്ന് പറഞ്ഞു. എന്ത് ട്രിക്ക് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്? ബോബി പ്ലേഡ് കാർഡ്സ്. ബോബി യൂസ്ഡ് ഫൗൾ ടാക്ടിക്സ് ടു സ്പാസ്കി. ബോബി പ്ലേഡ് ലൈക്ക് എ മജീഷ്യൻ. ബോബി പ്ലേഡ് കള്ളത്തരം കാണിച്ചു, അതാണ് ബോബി ഫൗൾ ടാക്ടിക്സ്. എന്തോ കള്ളത്തരം കാണിച്ചാൽ ജയിച്ചതെന്നാണ് അവർ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് സീറ്റ് പരിശോധിക്കണമെന്ന് പറഞ്ഞത്. ബോബി ഫിഷറും സ്പാസ്കി റഷ്യൻ കളിക്കാരനാണ്, ഇത് അമേരിക്കൻ കളിക്കാരൻ. ഓക്കെ, അവർ ട്രിക്ക് എന്ന് ഉദ്ദേശിച്ചത് അതാ, കള്ളത്തരം കാണിച്ച് ജയിച്ചു എന്നാണ് അവർ വിശ്വസിച്ചത്. Which among the following is the correct passive form of somebody has put out the light? പാസീവ് വോയിസ്. ഇപ്പോൾ ആദ്യമായിട്ടൊന്ന് ഗ്രാമറാണ്. അപ്പോൾ ഗ്രാമർ മനസ്സിലാക്കുക. കാറ്റഗറി 3-കാർ ഗ്രാമർ പഠിക്കണം. ഗ്രാമർ പാസീവ് വോയിസ് ഉണ്ട്. ഞാൻ നോക്ക്, ആദ്യം പാസീവ് ആക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ദ ലൈറ്റ്, ഒബ്ജക്റ്റ് ആദ്യം എഴുതണം. ലെറ്റ് ദ ലൈറ്റ് എഴുതി. ഇനി പഠിച്ചു വെക്കേണ്ട കാര്യം, എളുപ്പമാർഗം ഹാസും ഹാവും ഹാഡും വന്നാൽ ബീൻ ഉപയോഗിച്ചാൽ മതി. The light has been put out. ഇനി ബാക്കി ബൈക്ക് ശേഷം സബ്ജക്റ്റ് ബൈ സംബടി എഴുതണ്ട. സമ്മൺ സംബടി നോവൺ നോബടി ഒക്കെ വന്നാൽ ബൈക്ക് ശേഷം എഴുതരുതെന്ന റൂള്. ആൻസർ ദ ലൈറ്റ് ഹാസ് ബീൻ പുട്ട് ഔട്ട്. ദ ലൈറ്റ് ഹാസ് ബീൻ പുട്ട് ഔട്ട്. ഇവിടെ ഹാസ് ബീയിങ്, ഹാസിൻ്റെ കൂടെ ബീയിങ് വരത്തില്ല, വാസ് പുട്ട് വരത്തില്ല, ഹാഡ് ബീനും വരത്തില്ല. ഹാസ് വന്നാൽ ഹാസ് തന്നെ, അല്ലെങ്കിൽ ഹാവ് പ്ലൂറലാണെങ്കിൽ. ലൈറ്റ് സിംഗിളർ ആയതുകൊണ്ട് ഹാസ് ബീൻ പുട്ട് ഔട്ട്. ആൻസർ കിട്ടി. അപ്പോൾ ഉറപ്പിച്ചു പാസീവ് വോയിസ്. അപ്പോൾ ഗ്രാമർ വന്ന ഒരെണ്ണമാണ്. ഇനി നമുക്ക് നോക്കാം എവിടേക്കാണ് ഗ്രാമർ വരുന്നതെന്ന്. വൈൽ ഡീലിംഗ് വിത്ത് ഓട്ടിസ്റ്റിക് ചിൽഡ്രൻ എ ടീച്ചർ ഷുഡ്. ചോദിക്കുന്ന സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓട്ടിസ്റ്റിക് ചിൽഡ്രനെ ഡീൽ ചെയ്യുമ്പോൾ, ഓട്ടിസം ബാധിച്ച കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ ചെയ്യേണ്ടത് എന്ത്? ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഗിവൻ എ ക്ലിയർ ഡെയിലി റുട്ടീൻ കൊടുക്കണോ? സേയിങ് എ ഫേം നോ ടു അൺഎക്സ്പെക്റ്റഡ്. അവർ മോശമായിട്ട് സ്വഭാവം കാണിച്ചാൽ നോ പറയണോ? അഡ്രസ് ദ ചൈൽഡ് ഇൻഡിവിജ്വലി, കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് അഡ്രസ്സ് ചെയ്യണോ? യൂസ് ഹ്യൂമർ ഓർ ഐഡനി, തമാശ പറയണോ? വിരോധാഭാസമുള്ള കാര്യങ്ങളൊക്കെ പറയണം. ആൻസർ കറക്റ്റ്. എനിക്ക് തോന്നുന്നത് മൊത്തം കൺഫ്യൂസിങ്. എനിക്ക് തോന്നുന്നത്, ഞാൻ ഉത്തരവൊന്നും നോക്കിയില്ല. അഡ്രസ് ദ ചൈൽഡ് ഇൻഡിവിജ്വലി, ഓരോ കുട്ടികളെ ഇൻഡിവിജ്വലായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. ഓക്കെ, നെക്സ്റ്റ്. ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ. എ ഡിക്ഷണറി ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ ദ ക്ലാസ് റൂം ഫോർ. ഡിക്ഷണറി ഒരിക്കലും ക്ലാസ് റൂമിൽ ഇതിനുപയോഗിക്കരുത്. ഏതിന്? ഒന്ന്, ഡെവലപ്പ് റെഫറൻസ് സ്കിൽ. റെഫറൻസ് സ്കില്ലിന് വേണ്ടി അല്ലയോ ഡിക്ഷണറി? അപ്പോൾ അത് ശരിയാണ്. ഫൈൻഡിങ് ദ റൈറ്റ് സ്പെല്ലിങ് കണ്ടുപിടിക്കാനും ഡിക്ഷണറി നമ്മൾ ഉപയോഗിക്കാം. ഫൈൻഡിങ് സിനോണിംസ്, അതിൻ്റെ പര്യായം കണ്ടുപിടിക്കാനും ഉപയോഗിക്കാം. ഒരിക്കലും ഉപയോഗിക്കേണ്ടത് ഡെവലപ്പിംഗ് റീഡിംഗ് കോമ്പ്രിഹെൻഷൻ. നമ്മളിപ്പോൾ പഠിച്ച റീഡിംഗ് കോമ്പ്രിഹെൻഷൻ ഡിക്ഷണറി ആയിട്ട് യാതൊരു ബന്ധമില്ല. റീഡിംഗ് കോമ്പ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ അന്നേരം വായിച്ചിട്ട്
അതിൻ്റെ താഴെയുള്ള ഉത്തരം കണ്ടുപിടിക്കുക. അതിന് കണ്ടക്സ്റ്റൽ മീനിങ് മൊത്തം മനസ്സിലാക്കണ്ട, നമ്മൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുന്നത്. അതുകൊണ്ട് ഡിക്ഷണറി ഒരിക്കലും ഉപയോഗിക്കേണ്ടാത്ത കേസ് ഡെവലപ്പിംഗ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡിംഗ് കോംപ്രിഹെൻഷന് കണ്ടക്സ്റ്റൽ മീനിങ് വായിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കണം. നമുക്ക് 4-5 വാക്കിൻ്റെ അർത്ഥം അറിയത്തില്ല, പക്ഷേ ആ സെൻറ്റൻസ് വായിച്ച് മനസ്സിലാക്കുന്നതിനാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. നമ്മൾ പത്രം വായിക്കുന്നത്, ഇംഗ്ലീഷ് പത്രം വായിക്കുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാവത്തില്ല, എന്നാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്കത് കിട്ടും. അതിനാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. അങ്ങനെ പഠിക്കാൻ പറ്റൂ ലാംഗ്വേജ്. ഇനി അടുത്തത് കാറ്റഗറി 2-ൻ്റെയാണ്. കാറ്റഗറി 2-ൽ ചോദിച്ചതെല്ലാം സബ്ജക്റ്റ് റിലേറ്റഡും സൈക്കോളജി പെഡഗോജിയാണ്. നോക്ക്, മിറാക്കിൾ പ്ലേസ് ആർ ബേസ്ഡ് ഓൺ, നമുക്കറിയാം ബിബ്ലിക്കൽ ആയിട്ടുള്ള ബൈബിൾ റിലേറ്റഡ് ആയിട്ടുള്ള തീമുകൾ വന്നെയാണ് മിറാക്കിൾ പ്ലേസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ വിചാരിച്ചാൽ. മിറാക്കിൾ പ്ലേസ് ആണ്, ബിബ്ലിക്കൽ എപ്പിസോഡാണ്. നെക്സ്റ്റ്, ദ ലേക്ക് പോയിറ്റ്സ്, സിമ്പിൾ ചോദ്യമാണ്. ആരൊക്കെയാണ്? ലേക്ക് ഡിസ്ട്രിക്റ്റിൽ 18-ാം നൂറ്റാണ്ടിൽ, 18-ാം നൂറ്റാണ്ടിലാണ് പോകുന്നത്. ലേക്ക് ഡിസ്ട്രിക്റ്റിൽ താമസിച്ചിരുന്ന 3 കവികളെയാണ് ലേക്ക് പോയിറ്റ്സ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? വേർഡ്സ്വർത്ത്, വില്യം വേർഡ്സ്വർത്ത്, റോബർട്ട് സദേ, സാമുവൽ ടൈലർ കോളറിഡ്ജ്. വേർഡ്സ്വർത്ത്, സദേ, കോളറിഡ്ജ്, അവരെയാണ് ലേക്ക് പോയിറ്റ്സ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമോ ലിറ്ററേച്ചർ പഠിക്കുന്നത്. നെക്സ്റ്റ്, ദ ടേം ഹെർമന്യൂട്ടിക്സ്, ഇത് നമ്മുടെ PSCക്ക് ചോദിക്കുന്നുണ്ട്. ഹെർമനോട്ടിക്സ്, സ്റ്റഡി ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേര് അതാണ് ഹെർമനോട്ടിക്സ് എന്നാണ്. നെക്സ്റ്റ് 4, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ്. സൂപ്പർ ചോദ്യമാണ്. ഇത് കണ്ടുപിടിക്കാൻ ഓഡ് വൺ കണ്ടുപിടിച്ചാൽ മതി. വേർ ഹാവ് യു കം ഫ്രം, വേർ ആർ യു കമ്മിങ് ഫ്രം, വേർ ഡു യു കം ഫ്രം, വേർ ആർ യു കം ഫ്രം. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ്? വേർ ഹാവ് യു കം ഫ്രം ആണോ, വേർ ആർ യു കമ്മിങ് ഫ്രം ആണോ, വേർ ഡു യു കം ഫ്രം ആണോ, വേർ ആർ യു ഫ്രം ആണോ? ഇതൊക്കെ ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ല. വേർ ആർ യു ഫ്രം, വേർ ഡു യു കം ഫ്രം, വേർ ആർ യു കമ്മിങ് ഫ്രം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പിന്നെ നോർമൽ ഇംഗ്ലീഷാണ്. അതിനകത്ത് വേർ ഹാവ് യു കം ഫ്രം എന്നുള്ളത് മാത്രമാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ആയിട്ട് വരുന്നത്. കാരണം ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. വേർ ഹാവ് യു കം ഫ്രം, ഹാവ് പ്ലസ് V3 ഉപയോഗിക്കും, നമ്മളെ ഉപയോഗിക്കും അത്. ഓക്കെ, നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദ സെന്റൻസ്. ആൾ ദ ബുക്സ് ഇൻ ദ ലൈബ്രറി വെയർ ബേൺഡ്. എന്തുവാ നൗൺ ഫ്രേസ് എന്നറിയാമോ? പണ്ടത്തെ കാലത്തെ സബ്ജക്റ്റ്, ഇപ്പം രാമ കിൽഡ് രാവണ, അതിനകത്ത് നൗൺ ആണ് രാമ, രാവണയും. പക്ഷേ സബ്ജക്റ്റ് പൊസിഷനിൽ വരുന്നതിനെ രാമ നൗണും രാവണ ഒബ്ജക്റ്റ് പൊസിഷനിൽ വരും. ഇപ്പോൾ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത് രാമനെയാണ്. രാമ കിൽഡ് രാവണ എന്ന് പറയുമ്പോൾ രാമനാണ് സബ്ജക്റ്റ്. എന്നാൽ ഒന്നിലധികം വാക്കുകൾ ഒരു സബ്ജക്റ്റായിട്ട് വരുമ്പം അതിനെ സബ്ജക്റ്റ് പൊസിഷനിൽ വരുന്ന നൗൺ ഫ്രേസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോഴത്തെ ഗ്രാമറിൽ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും എന്നാണ് പറയുന്നത്. നൗൺ ഫ്രേസ് എന്ന് വന്നാൽ ഇത്രയേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ വാക്കുകൾ ചേർന്ന് ഒരു നൗണായിട്ട് വർക്ക് ചെയ്യണം. അത് ചിലപ്പോൾ സബ്ജക്റ്റ് പൊസിഷനിലും വരാം, ഒബ്ജക്റ്റ് പൊസിഷനിലും വരാം. ഇവിടെ അങ്ങനെ വല്ല ഉണ്ടോന്ന് നോക്കിയേ. ഇവിടുത്തെ സബ്ജക്റ്റ് ഓൾ ദ ബുക്സ് അല്ല, ഓൾ ദ ബുക്സ് ഇൻ ദ ലൈബ്രറിയാണ്. 2 നൗൺ വരുന്നുണ്ട്, ബുക്സും ലൈബ്രറിയും. അതെല്ലാം കൂടെ ചേർന്നൊരു സബ്ജക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ആ വെർബ് വന്നിരിക്കുന്നത് വെയർ ബേൺഡ്. അപ്പം മനസ്സിലായി, വെയർ ബേൺഡ് പോട്ടെ, അത് വെർബൽ ഫ്രേസാണ്. ഇവിടെ ആൾ ദ ബുക്സ് ഇൻ ദ ലൈബ്രറി എന്ന് പറയുന്നത് ഒരു നൗണിൻ്റെ ഗുണം ചെയ്യുന്ന ഒരു നൗൺ ഫ്രേസാണ്. ഓക്കെ, നെക്സ്റ്റ്, ഡ്രില്ലിംഗ് ആൻഡ് പ്രാക്ടീസ് ആർ അസോസിയേറ്റഡ് വിത്ത്. സൂപ്പർ ചോദ്യമാണ്. ഡ്രില്ലിംഗ് ആൻഡ് പ്രാക്ടീസ് ആർ അസോസിയേറ്റഡ്, ബിഹേവിയറിസമാണ്. ബിഹേവിയറിസമായിട്ട് ബന്ധപ്പെട്ട പദമാണ് ഡ്രില്ലിംഗ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയൊന്നുമല്ല, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ബാക്കിയെല്ലാം കൊടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് സമയമില്ല. ക്വസ്റ്റ്യൻ മോഡൽ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇംഗ്ലീഷ് സിമ്പിളാണ്, കുറച്ച് സമയം, ഒരു 10-60 ദിവസം സ്റ്റഡി പ്ലാനോടുകൂടി നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇംഗ്ലീഷ്. ഞാൻ എൻ്റെ സിലബസ് ഒന്ന് കാണിച്ചു തരാം, ഇതൊന്നും തീരട്ടെ. ഇൻഫർമേഷൻ ഗ്യാപ്പ്. ഇപ്പോൾ ഒരാൾക്ക് അറിയാത്ത കാര്യം വേറൊരാൾക്ക് അറിയാം. ഇവർ തമ്മിലുള്ള ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഇൻഫർമേഷൻ ഗ്യാപ്പ്. അത് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിയുമ്പോൾ ആ ഗ്യാപ്പ് മാറും. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഇതിനെ വിളിക്കുന്നത് എന്തിൻ്റെ അപ്രോച്ച്? കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. സംസാരിച്ച് തീരേണ്ട കാര്യമാണ്. ഇൻ്റലിജൻസ് ക്വോഷ്യൻറ്റും സ്ട്രക്ചറൽ മെത്തേഡും ഡിക്ഷണറി യൂസ് ഒന്നുമല്ല. ഇത് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഇൻഫർമേഷൻ ഗ്യാപ്പ്. രണ്ടുപേരുടെ തമ്മിലുള്ള ഇൻഫർമേഷൻ ഗ്യാപ്പ്. അതായത് ഒരാൾക്ക് അറിയാവുന്ന കാര്യം മറ്റുള്ളവർക്ക് അറിയത്തില്ല, അപ്പോൾ അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആവും. അതിനെയാണ് ആ ഗ്യാപ്പ് പരിഹരിക്കുന്നതിനാണ് ഇൻഫർമേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് അഡ്മിനിസ്ട്രേഡ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എങ്ങനെ അറിയാമോ? ഒരു കുട്ടിയെ റെമഡി എന്ന പരിഹാരമാർഗം നിർദ്ദേശിക്കുന്നതിന് മുമ്പ് കുട്ടിയുടെ പോരായ്മകൾ മനസ്സിലാക്കാൻ നടത്തുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ആഫ്റ്റർ റെമഡിയൽ ടീച്ചിങ് അല്ല, പിന്നോ ബിഫോർ റെമഡിയൽ ടീച്ചിങ്. റെമഡിയൽ ടീച്ചിങ്ങിന് മുമ്പ് നടത്തണം. എന്താണ് പോരായ്മയെന്ന് കണ്ടുപിടിച്ചിട്ടാണ് റെമഡിയൽ ടീച്ചിങ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് ബിഫോർ റെമഡിയൽ ടീച്ചിങ് എന്നുള്ള ഉത്തരം വരുന്നത്. നെക്സ്റ്റ്,
ലാഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ചോദിക്കും, അതിൻ്റെ ഫുൾ ഫോം ചോദിക്കും. ലാഡിൻ്റെ ഫുൾ ഫോം ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഈസ് എ ടേം കോയിൻഡ് ബൈ ആരാ? സിമ്പിൾ നോം ചോംസ്കിയാണ്. നോം ചോംസ്കിയുടെ ആണ് ലാഡ്. ഓക്കെ, എന്താണ് അത് പുള്ളി അർത്ഥമാക്കുന്നത്? അതായത് ലാംഗ്വേജും ഗ്രാമറും അത് ജന്മസിദ്ധമായിട്ട് പഠിച്ചെടുക്കാനുള്ള കഴിവ് ഒരാൾക്കുണ്ട്. നമ്മളൊക്കെ ലാംഗ്വേജ് പഠിച്ചത് ഗ്രാമർ പഠിച്ചിട്ടാണോ? അല്ല, ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ മാതൃഭാഷ നമ്മളെല്ലാവരും സംസാരിക്കും. പക്ഷെ നമുക്ക് പലപ്പോഴും ഗ്രാമർ അറിയില്ല. ഇനി പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സംസാരിച്ച് പഠിച്ചതിന് ശേഷം എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഗ്രാമർ പഠിച്ചത്. ആ സ്വതസിദ്ധമായ ലാംഗ്വേജ് അക്വിസിഷൻ സ്കില്ലിനെ വിളിക്കുന്ന പേരാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. നോം ചോംസ്കിയാണ്. എ ടീച്ചർ പ്രസൻസ് മെനി എക്സാമ്പിൾസ് ഇൻ ദ ക്ലാസ് റൂം ആൻഡ് ഫ്രം ദം ഡ്രൈവ്സ് ഹോം ദ കോൺസെപ്റ്റ് ഓഫ് ഹാർഡ് വർക്ക്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഏത് വിഷയവും പഠിപ്പിക്കാം, സൈക്കോളജി, ഇംഗ്ലീഷ് എല്ലാം. എന്താണ് സംഭവം? എക്സാമ്പിൾ പറഞ്ഞിട്ട് കൺക്ലൂഷനിലോട്ട് എത്തുന്നു. തിരിച്ചും ചെയ്യും. ഒരു സിദ്ധാന്തം പറഞ്ഞിട്ട് എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതിന് രണ്ട് മെത്തേഡാണ്. ഒന്ന് ഇൻഡക്റ്റീവ് മെത്തേഡും രണ്ട് ഡിഡക്റ്റീവ് മെത്തേഡും. ഇത് എക്സാമ്പിളിൽ നിന്നും എക്സാമ്പിൾ പറഞ്ഞിട്ട് കൺക്ലൂഷനിലോട്ട് എത്തുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡ്. അതായത് കൺക്ലൂഷൻ പറഞ്ഞിട്ട് എക്സാമ്പിളിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? ഡിഡക്റ്റീവ് മെത്തേഡ്. ആൻസർ ഇൻഡക്റ്റീവ് മെത്തേഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ 10 ചോദ്യങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞ റീഡിങ് കോംപ്രിഹെൻഷൻ എല്ലായിടത്തും ഉണ്ട്. അതുപോലെ തന്നെ സംഭവങ്ങളുണ്ട്. മാർക്ക് എത്രയാണ്, സിലബസ് എന്താണെന്ന് ഓടിച്ച് പറയാം. അങ്ങോട്ട് നോക്ക്. സിലബസ് 2 ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ എല്ലായിടത്തും ഉണ്ട്. കാറ്റഗറി 2-ൻ്റെയാണ്. 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കറിയാം അൺഫെമിലിയർ പാസേജോ പോയപ്പോൾ തരും. ഒന്നും നമുക്ക് വായിക്കേണ്ട കാര്യമില്ല. ചെറിയ ഗ്രാമർ ചോദ്യങ്ങളും കാണും. നമ്മളിപ്പോൾ കണ്ടതാണ്. അതാണ് 15 ക്വസ്റ്റ്യൻ, 15 മാർക്ക്. പിന്നെ പെഡഗോജി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് 15 ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് പ്രത്യേക സിലബസ് കൊടുത്തിട്ട് അതിനകത്തുനിന്ന് മാത്രമേ ചോദിക്കൂ. ഇതാണ് കാറ്റഗറി 2-ൻ്റെ. വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾ. നമ്മളിതൊക്കെ പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇതൊക്കെ സിമ്പിളാണ്. ഇതൊക്കെ കണ്ട് പേടിക്കുകയൊന്നും വേണ്ട. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ ആയിക്കോളും. ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ടീച്ചറിന് പറഞ്ഞുതരും. ടോട്ടൽ 30 മാർക്കിനാണ് വരുന്നത്. ഇനി നമുക്ക് കാറ്റഗറി 3-ൻ്റെ ഒന്ന് നോക്കാം. കാറ്റഗറി 3 വരുമ്പം റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ട്, എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ. റീഡിംഗ് കോംപ്രിഹെൻഷൻ 10 മാർക്കും എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് 10 മാർക്കും കമ്മ്യൂണിക്കേഷൻ 10 മാർക്കുമാണ്. നോക്കാം. കോംപ്രിഹെൻഷൻ 2 പാസേജ് തരും, ഒരു പോയോ ഒരു പ്രോസോ. നമ്മളത് കണ്ടു. എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് അറിയാം. വൊക്കാബുലറി അന്റോണിം, സിനോണിം, ഫോറിൻ വേർഡ്സ്, കൺഫ്യൂസ്ഡ് വേർഡ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്പെല്ലിംഗ് ഇത്രയും പഠിക്കണം. ഗ്രാമർ സെൻറ്റൻസ് സ്ട്രക്ചർ, ഫ്രേസ്, ക്ലോസ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസ്, ടെൻസ്, കോൺകോഡ്, പ്രിപ്പോഷൻ, പാസേജ്, റിപ്പോർട്ട്. മിക്കവാറും എല്ലാ ഗ്രാമർ പാർട്ടും വരുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഫംഗ്ഷനകത്ത് എന്തോ പഠിക്കണ്ടേ? ആസ്കിങ് ഫോർ സംതിങ്, സീക്കിംഗ് പെർമിഷൻ, ഡയലോഗ് റൈറ്റിംഗ്, കോൺട്രാക്റ്റഡ് ഫോംസ്, ഐ വിൽ, ഐ വുഡ്, വി വിൽ എന്നൊക്കെയുള്ള സംഭവം എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റീവ് പാർട്ട് സിമ്പിളാണ്. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മതി. ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഗ്രാമർ പ്ലസ് വൊക്കാബുലറിയാണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ നമ്മളെ സംബന്ധിച്ചൊരു 10 എണ്ണം ചെയ്ത് പഠിച്ചാൽ ഈസി ആയിട്ട് ആ പറയുന്ന മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരുപാട് വലിച്ചു വാരി എടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാഞ്ഞത്. പക്ഷേ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര സിമ്പിളാണ് പരീക്ഷ. നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാൽ നമ്മൾ ആ പെഡഗോജി, അതുപോലെ സൈക്കോളജി, പിന്നെ വരുന്ന ഗ്രാമർ, വൊക്കാബുലറി ഒക്കെ പഠിച്ചെടുത്താൽ കാറ്റഗറി 2 ആയിക്കോട്ടെ കാറ്റഗറി 3 ആയിക്കോട്ടെ നമുക്ക് സെറ്റ് ആവാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. പിന്നെ നിങ്ങൾ അവസാനത്തെ ആ സൈക്കോളജി പാർട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾ പഠിച്ചതൊക്കെ തന്നെ, ബിഹേവിയറിസവും കൺസ്ട്രക്റ്റീവിസവും നോം ചോംസ്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതൊക്കെ തന്നെ. അതൊന്ന് പൊടി തട്ടിയെടുത്താൽ മാത്രം മതി. ആർക്കും കേറ്ററ്റ് കയറിപ്പോകാം. കേറ്ററ്റ് ഒരു ബാലികേറാ മലയല്ല. വരാൻ പോകുന്ന LP പരീക്ഷയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാണ് ഇനി വരാൻ പോകുന്ന കേറ്ററ്റ് പരീക്ഷ. കേറ്ററ്റ് കാറ്റഗറി 3യുടെ ഭാവി ഇനി വരുന്ന കാലഘട്ടത്തിൽ എന്തുവാന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും മുന്നോട്ട് വരിക. എൻട്രിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷ്, ലാംഗ്വേജ് പെഡഗോജി, സൈക്കോളജിയൊക്കെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എൻ്റെ കയ്യിൽ ഭദ്രമാണ്. താങ്ക് യു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇംഗ്ലീഷിന് മാത്രമായിട്ട് എൻട്രിയിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ജൂലൈ 28 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്നതാണ്. ജൂലൈ 28 ഇംഗ്ലീഷ് ഗ്രാമർ, വൊക്കാബുലറി എല്ലാം പഠിപ്പിച്ച് 33 മണിക്കൂർ എൻ്റെ ലൈവ് ക്ലാസ് ഉണ്ട്. 2 മാസം കൊണ്ട് സെറ്റാവും. താല്പര്യമുള്ളവർ LP UP കേറ്ററ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും കേരള PSCയുടെ ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും CSCB പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇനി വിളിച്ചില്ലെന്ന് പറയരുത്. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് വരൂ. 2 മാസത്തെ കോഴ്സാണ്. വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട്. നേരിട്ട് എന്നോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, സംശയങ്ങൾ നിവാരണം ചെയ്യാം. ഞാൻ 2 മാസം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. ഇനി കോഴ്സ് കഴിഞ്ഞാലും എന്ത് സംശയങ്ങൾക്കും ആ ഗ്രൂപ്പിൽ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ഫ്രം രഞ്ജിത്ത് RK, തഴവ.